ഗൈസ്, ഇതാണ് ഏറ്റവും പുതിയ Insta360X5. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ദുബായിലുള്ള പൊരി വെയിലത്ത് 48 ഡിഗ്രി ചൂടിൽ പോലും ഇത് ഉപയോഗിച്ച് നോക്കി, ഫൗണ്ടന് വരെ കുളിപ്പിച്ച് നോക്കി. ഇതാണ് ബോക്സ്. മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് Insta360X5 8K 360 ആക്ഷൻ ക്യാമറ. സൈഡിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരു മാഗ്നറ്റിക് ബോക്സ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് ക്യാമറ, മറ്റേ ബോക്സിനകത്ത് നിങ്ങൾക്ക് പൗച്ച്, USB Type-C to Type-C കേബിൾ, വാറന്റി കാർഡ്, ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്തും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്. പക്ഷേ ബോക്സിനകത്ത് മെമ്മറി കാർഡ് വരുന്നില്ല. മെമ്മറി കാർഡ് നിങ്ങൾ വാങ്ങിക്കണം. വാങ്ങിക്കുമ്പോൾ UHS V30 എന്നുള്ള മെമ്മറി കാർഡ് തന്നെ മേടിക്കണം. ഒരു 256 GB എങ്കിലും വേണം, കാരണം 8K ക്യാമറയാണ്. അത്യാവശ്യം നല്ല ഡെൻസിറ്റി ഉണ്ട് ഈ ഒരു ക്യാമറയ്ക്ക്. ഫ്രണ്ടിലായിട്ട് ലെൻസ്, താഴെ ഒരു മൈക്രോഫോൺ ഉണ്ട്, ഒരു വലിയ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, 2 ബട്ടൺസ് ഉണ്ട്, ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. റൈറ്റ് സൈഡിലും ഒരു മൈക്ക് ഉണ്ട്, ചെറിയ സ്പീക്കർ ഉണ്ട്, പവർ ബട്ടൺ, ഒരു ക്വിക്ക് ആക്സസ് ബട്ടൺ. ആൻഡ് ഇത് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്താണ് നിങ്ങൾക്ക് USB Type-C പോർട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോൺ ഉണ്ട്. ആൻഡ് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ബാറ്ററി ഇത് ഇത്തരത്തിൽ പുറത്ത് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ ആയിട്ടാണ് നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഇടേണ്ട സ്ലോട്ടും വരുന്നത്. ബാക്കിലായിട്ട് ലെൻസ്, പിന്നെ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ്. ഇതൊരു വിൻഡ് ഗാർഡ് ആണ്. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ താഴെയായിട്ട് Insta360X5 ബ്രാൻഡിങ്ങും, പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും, ഒരു എംബോസ്ഡ് ആയിട്ടുള്ള ടെക്സ്ചർ ഒക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇതേ സ്ക്രൂ ചെയ്ത് വെക്കാൻ വരുന്ന പിരിയുണ്ട്. ആക്ഷൻ ക്യാമറ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് മൗണ്ട് ചെയ്യാം. ലൈക്ക് ബൈക്കിൽ മൗണ്ട് ചെയ്യാം, ട്രൈപോഡിൽ മൗണ്ട് ചെയ്യാം. ബട്ട് ഐ വുഡ് സജസ്റ്റ് ഇതിന്റെ ഒപ്പം മേടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് ഒരു ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ആണ്. ഏകദേശം 1 മീറ്ററിന് മുകളിൽ ഇനി നീട്ടമുണ്ട്. ഈ സാധനം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രോൺ പോലത്തെ ഫൂട്ടേജസ് ഒക്കെ എടുക്കാനായിട്ട് യൂസ്ഫുൾ ആവുന്നത്. ഇതിന് മുന്നത്തെ ജനറേഷനായ X4നെ കമ്പയർ ചെയ്യുമ്പോൾ X5 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇതിന്റെ സെൻസർ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 144% കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8K 30 FPS എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഡിവൈസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നിങ്ങളിത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ Insta360 ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ക്യാമറ പെയർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ബ്രൈറ്റ് ആയിട്ടുള്ള എൻവറോൺമെന്റിലൊക്കെ ലൈറ്റ് നല്ലപോലെ മാനേജ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ആക്റ്റീവ് HDR കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് 8K 30 FPS മാത്രമല്ല, ഇതിന്റെ താഴെയായിട്ട് 5.7K പ്ലസിൽ എടുക്കാം, 5.7K എടുക്കാം, 4K എടുക്കാം. ഈ പറയുന്ന ആക്റ്റീവ് HDR മാക്സിമം വർക്ക് ചെയ്യുന്നത് 5.7K 60 frames per secondലാണ്. ആക്റ്റീവ് HDRന്റെ ഏറ്റവും വലിയ ഗുണം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസിഷൻ കിട്ടും. എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എക്സ്പോഷറും മാനേജ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമ്മൾ കണ്ടുനോക്കിയ ഒരു കാര്യം മനസ്സിലാവും, ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൽ വരുന്നത്. കാറിന്റെ മുന്നിലൊക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാറിന്റെ മുന്നിലൊക്കെ വെച്ച് നല്ല കാറ്റടിക്കുമ്പോൾ എടുത്തിട്ട് പോലും സ്റ്റേബിൾ ആയിട്ടുള്ള ഫൂട്ടേജസ് കിട്ടുന്നുണ്ട്. ഇതിനെ ഒരു ഫ്ലോ സ്റ്റേറ്റ് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ബേസിക്കലി നിങ്ങൾ വെച്ച സ്ഥലം ഏതാണോ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇനി കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് സെൻസർ സൈസ് കൂട്ടിയത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ഉപകാരം എന്താ അറിയോ, നൈറ്റ് ടൈമിൽ വീഡിയോ എടുക്കുന്നത്. നൈറ്റിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇതിനകത്തൊരു മോഡുണ്ട്, പ്യുവർ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതിൽ നിങ്ങൾ 5.7K 30 frames per second ഇട്ടിട്ട് ഈ പ്യുവർ വീഡിയോ മോഡിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, നൈറ്റ് ടൈമിൽ ഒരു ഗ്രെയിന് പോലും കാണില്ല. നല്ല രസമുള്ള നൈറ്റ് ഫൂട്ടേജസ് വരുന്നുണ്ട്. പൊതുവേ ലോ ലൈറ്റിലാണ് ആക്ഷൻ ക്യാമറയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് AI ചിപ്പും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൂടി വർക്ക് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇത്തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്നത്. ഇത് ഒരു ടച്ച് സ്ക്രീൻ ആണ്. ഇവിടെ താഴെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പല മോഡുകളും മാറ്റാനായിട്ട് പറ്റുന്നത്. ഇഷ്ടം പോലെ മോഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, പ്യുവർ വീഡിയോ, ടൈം ലാപ്സ്, ഇന്റർവെൽ എന്നിങ്ങനെയൊക്കെ. ആൻഡ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐക്കണ് തൊട്ട് സൈഡിലുള്ള ആ ഒരു എഴുത്തുമേൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റെസല്യൂഷനും ഫ്രെയിം റേറ്റും ഒക്കെ മാറ്റാം. താഴെ കാണുന്ന ഈ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ വെച്ചിരിക്കുന്ന മോഡിലുള്ള ആക്ഷൻ, അതായത് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എടുക്കും, വീഡിയോയിലാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ആവുന്ന ബട്ടൺ. തൊട്ട് സൈഡിലുള്ളത് ക്വിക്ക് സ്വിച്ച് ബട്ടൺ ആണ്. അതായത് ഫോട്ടോയിൽ നിന്നും വീഡിയോയിലേക്ക്, വീഡിയോ നിന്നൊക്കെ ഫോട്ടോയിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടി. റൈറ്റിൽ ഈ ക്യൂ എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബൈക്കാണോ ഓടിക്കുന്നത്, സ്കീയിങ് ആണോ, അതിനനുസരിച്ചുള്ള മോഡുകൾ മാറ്റം വരുത്താനായി. ഷൂട്ടിങ്ങിനിടയ്ക്ക് ഞാൻ ഡയറക്റ്റ് ഇത് ഫൗണ്ടൻ്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു. ഫൗണ്ടനിൽ നല്ല ഫോഴ്സിൽ വെള്ളം ഇതുമേൽ അടിക്കുന്നുണ്ടായി. പക്ഷേ യാതൊരു പ്രശ്നവും ഇതിന് പറ്റില്ല, കാരണം ഇത് IP68 വാട്ടർ പ്രൂഫ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് ഒരു വാട്ടർ പ്രൂഫിംഗ് കേസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് 15 മീറ്ററോളം വെള്ളത്തിനകത്ത് മുക്കാം. സോ വെള്ളത്തിൽ ഡൈവ് ഒക്കെ ചെയ്ത് വീഡിയോ എടുക്കുന്നവർക്ക് പോലും കേസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് കൊണ്ടു കിടക്കാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ആൻഡ് ഇത്തവണ അവർ ലെൻസും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ 100% മോർ സ്ട്രോങ്ങർ ഡ്യൂറബിൾ ആക്കിയിട്ടുണ്ടെന്നാണ്. ബട്ട് ഇൻ കേസ് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ഇവന്റിൽ വളരെ നല്ലൊരു വീഴ്ച വീണിന്റെ ലെൻസ് ഒക്കെ പൊട്ടുവാണെങ്കിൽ
ക്യാമറ മൊത്തത്തോടെ മാറ്റേണ്ട ഒരവസ്ഥ ഇതിൽ വരുന്നില്ല. കാരണം ഇതിൻ്റെ ലെൻസ് നമ്മൾക്ക് തന്നെ റീപ്ലേസ്മെൻറ്റ് കിറ്റ് മേടിച്ച് മാറ്റാവുന്നതാണ്. 360 ക്യാമറയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ആപ്പിൽ പോയിട്ട് അത് നിങ്ങളൊരു റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് മാറ്റി അത് എക്സ്പോർട്ട് ചെയ്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മെനു കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസ്റ്റാ ഫ്രെയിം മോഡ് ഉണ്ട്. ഇൻസ്റ്റാ ഫ്രെയിം മോഡിൻ്റെ ഗുണം എന്താണെന്നറിയോ, ആ ഫ്രെയിമിൽ എന്താണോ കാണുന്നത്, ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഫ്രണ്ട്, ബാക്ക് ആണെങ്കിൽ ബാക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ ആ പ്രിവ്യൂവിൽ കാണുന്ന സാധനം അതേപോലെ ഒരു വെർട്ടിക്കൽ വീഡിയോ ആയിട്ട് റെക്കോർഡ് ആവും. ആൻഡ് പാരലി അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഫയലായിട്ട് ഒരു 360 വീഡിയോയും കൂടി റെക്കോർഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ആ 360 പോയി പിന്നെ ക്രോപ്പ് ചെയ്ത് പിന്നെ എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു വെർട്ടിക്കലി എടുത്തേക്കുന്ന ആ വീഡിയോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ഇൻസ്റ്റാ 360യുടെ ആപ്പ് ഇപ്രാവശ്യം നല്ലപോലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അതിനകത്ത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ പ്രിവ്യൂ കാണാം, സെറ്റിംഗ്സ് ഒക്കെ മാറ്റാം എന്ന് മാത്രമല്ല ഇതിനകത്തുള്ള ഫയൽസ് എല്ലാം അതിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇതിനകത്ത് AI എഡിറ്റിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോസ് നോർമലി എടുക്കുന്ന പോലെ അങ്ങോട്ട് എടുക്കുക, AI കൊണ്ട് ഫുൾ പണി എടുപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എക്സ്പോർട്ട് മാത്രം ചെയ്താൽ മതി. പല ഓപ്ഷൻസ് നമുക്ക് തരും, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് എക്സ്പോർട്ട് ചെയ്യാം. ഇൻവിസിബിൾ സ്റ്റിക്ക് നിങ്ങൾ ഇതിനകത്ത് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്ക് കാണില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോണിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു ഫീൽ വരും. നോർമലി നമുക്ക് ഇതിനകത്ത് ജസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കും, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അല്ലാതെ ട്വിസ്റ്റ് ഷൂട്ട് വഴി ജസ്റ്റ് നിങ്ങളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവും, വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ആവും. ഇനി ഈ ബാക്കിലുള്ളത് ഒരു വിൻഡ് ഗാർഡാണ്, അതായത് നിങ്ങൾ നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു വിൻഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി, വിൻഡ് നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ബീച്ചിൻ്റെ സൈഡിലെടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അറിയില്ല. ഇതിനകത്ത് പുതിയ ഒരു വിൻഡ് ഫിൽറ്ററൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൂടെ കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇത്ര കാറ്റത്ത് പോലും നിങ്ങൾക്ക് ക്രിസ്പ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഇതിൽ നിന്നും ലഭിക്കും. ഇനി എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയോ, പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ആക്ഷൻ ക്യാമറകൾ ഹീറ്റ് ആവും എന്നുള്ളത്. ആൻഡ് ഞാൻ ടെമ്പറേച്ചേഴ്സ് അവിടെ ഏകദേശം 48-49 ഡിഗ്രി ഉള്ള സമയത്ത് ഞാൻ ഈ ക്യാമറ ഓൺ ആക്കുമ്പോൾ എൻ്റെ പേടിയായിരുന്നു ഇത് ഓവർ ഹീറ്റ് ആവുമോ എന്ന്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഈ സാധനം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഹീറ്റ് ആയില്ല. ചെറിയൊരു വാംത്ത് ആവും എന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൽ നട്ടുച്ചയ്ക്ക് പോലും എനിക്ക് ഹീറ്റിംഗ് കാരണം ഇത് ഓഫായി പോവുക, ഓവർ ഹീറ്റ് ആവുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ല. സോ ഇത്തവണ ഹീറ്റ് ഡെസിപ്പേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ എന്നെ ഞെട്ടിപ്പിച്ച വേറൊരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും നേരം നിൽക്കുന്നത്. ഒരു ഫുൾ ചാർജ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3-3.25 മണിക്കൂറൊക്കെ റെക്കോർഡ് ചെയ്യുക. അതായത് അവർ പറയുന്നത് 185 മിനിറ്റോളം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആ ഒരു ബാറ്ററി ബാക്കപ്പ് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇനി ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നേരം ബാറ്ററി നിൽക്കും. ബട്ട് മാനുവലി നിങ്ങൾ ഓഫാക്കുന്നതിന് പകരം ഇതിനകത്തൊരു എൻഡ്യൂറൻസ് മോഡ് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടി കൂടും. ആൻഡ് വെറും അരമണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കുത്തിയിട്ടാൽ മതി, 80-85% ചാർജ് ആയിക്കോളും. ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. ആൻഡ് അരമണിക്കൂർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ എടുത്ത് ബാറ്ററി മാറ്റിയിട്ട് വേറെ റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയും പെട്ടെന്ന് ഇടാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻസ്റ്റാ 360യുടെ ആപ്പ് നിങ്ങൾക്ക് ഫോണിൽ മാത്രമല്ല കേട്ടോ, ലാപ്ടോപ്പിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനകത്തും കുറേ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് എടുത്ത ഫുട്ടേജ് എല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ടും, ക്ലൗഡിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും ഇൻസ്റ്റാ 360 ക്ലൗഡ് സർവീസസും ഉണ്ട്. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡിവൈസിലുള്ള കാര്യങ്ങളെല്ലാം ക്ലൗഡിൽ ബാക്കപ്പ് ആവും. സോ ഓവറോൾ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ കഴിഞ്ഞ ജനറേഷൻ അപേക്ഷിച്ച് ഇതിൽ പ്രൈമറി ആയിട്ടും വ്യത്യാസം വന്നിരിക്കുന്ന 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സെൻസർ സൈസ് വലുതാക്കിയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. റിലയബിൾ ആയിട്ട് നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ പോലും ഇതിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇത്രയും വിലപിടിപ്പുള്ള ഒരു ക്യാമറ മേടിച്ചിട്ട് ഇത് താഴെയിട്ട് നിങ്ങൾ ലെൻസ് എങ്ങാനും പൊട്ടിച്ച് കളയുവാണെങ്കിൽ ക്യാമറ മുഴുവനായിട്ട് മാറ്റേണ്ട കാര്യമില്ല, ലെൻസ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ്. ആൻഡ് ഇൻസ്റ്റാ ഫ്രെയിം മോഡിലുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയും അതിനൊപ്പം തന്നെ ഫുൾ ആയിട്ടുള്ള 360 ഫൂട്ടേജുകൾ പിന്നീട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് 5.7K 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലും ഈ ഒരു ആക്റ്റീവ് HDR ഉണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു വീഡിയോസ് കിട്ടുന്നുണ്ട്. എന്നാൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് പഞ്ചി ആയിട്ടുള്ള ഔട്ട്പുട്ടും വരുന്നുണ്ട്. വിൻ ഗാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വ്ളോഗൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങളൊക്കെ കാറ്റ് കാരണം മഫിൾഡ് ആയി പോകുന്നില്ല. ആൻഡ് ഓവറായിട്ട് ഹീറ്റും ആവുന്നില്ല. ബാറ്ററി ബാക്കപ്പ് നല്ലപോലെ നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും കൂടി ഒഴിവായി കിട്ടും. എന്തായാലും സാധനം ഒരു കിടുവായിട്ടുമാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു 360 ഡിഗ്രി ആക്ഷൻ ക്യാമറ മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് ഓൺലൈനിലും മേടിക്കാം, ഓഫ്ലൈനിൽ ഷോപ്സിലും പോയിട്ട് മേടിക്കാം. എന്തായാലും ഇത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഈ ഒരു ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കും കൂടി വാങ്ങിക്കുക. കാരണം ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക, ഞാൻ അതിന് മറുപടി തരാം.